ജിസേൽ തക്രാൽ ഏഷ്യാനെറ്റിനൊരു സ്ഥിരം തലവേദനയാവുകയാണോ? നമുക്കറിയാം, BB7-ലെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ജിസേൽ. ജിസേലിൻ്റെ എവിക്ഷൻ ഭയങ്കര ഒരു കൂളിളൊക്കെ ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിന് ജിസേലിനെ ഔട്ടാക്കിയതിൽ. ഇപ്പോൾ ഏഷ്യാനെറ്റിന് ഒരു തലവേദനയായിരിക്കുകയാണ് ജിസേൽ. എങ്ങനെയാണെന്നുള്ളത്, നമ്മുടെ റീ എൻട്രി സമയത്താണെങ്കിലും ജിസേൽ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടില്ലായിരുന്നു. അതായത് ഫ്ലൈറ്റ് മിസ് ചെയ്തു. അങ്ങനെ ജിസേലിന് മാത്രം രാത്രിയാണ് ഹൗസിലോട്ട് റീ എൻട്രി ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൽ ജിസേലിനെയും ആര്യനെയും ആദില, അപ്പാനി ശരത്ത് ഇവരെയൊക്കെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം, ഈ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്താ പറയുക, ദിവസവും എടുക്കുന്ന ഒരു പ്രോഗ്രാമല്ല. ഒരു ദിവസം ഇപ്പോൾ സാറ്റർഡേ സൺഡേ അങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഈ ഒരു സാറ്റർഡേ സൺഡേ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ടൈമിനും അത്രയും വിലയുണ്ട്. അതായത് സിത്താരയാണെങ്കിലും ചിത്ര ചേച്ചിയാണെങ്കിലും എല്ലാവരും എന്താ പറയുക, അവരൊക്കെ ഓരോ പ്രോഗ്രാംസും കോൺസേർട്സൊക്കെ നടത്തുന്നവരാണ്. അപ്പോൾ അവർക്ക് ഓരോ സ്ഥലത്ത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കാനോ അങ്ങനെയൊന്നും ടൈമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെയാണ് വീണ്ടും ജിസേൽ എന്താ പറയുക, ഫ്ലൈറ്റ് മിസ്സാക്കി എത്താതിരുന്നത്. അപ്പം ജിസേൽ എത്താതെ കാരണം നമ്മളറിയാലോ, കോൺവെൻറ്റ് സ്കൂൾ ഗുരുകുലം എന്നൊക്കെ പറഞ്ഞ 2 ടീമാക്കി ഈ പറയുന്ന ജിസേലിനെയും ആര്യനെയും ഒരു ടീമിലും ആദിലെ അപ്പാനിനെയും ഓപ്പോസിറ്റ് ടീമിലും നിർത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ജിസേൽ എത്താതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അറിയാലോ, നമുക്ക് ഷൂട്ടിലാണെങ്കിലും എല്ലാം ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ട് ഇവർ ജിസേലിനെ വെയിറ്റ് ചെയ്യും. അത് ജിസേൽ വരുന്നവരെയുള്ള ടൈം ഇവർ ആദിലെയും ആര്യനെയൊക്കെ വെച്ച് കവറൊക്കെ ചെയ്തു എന്നാണ് ആദിലയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ കൂടെ ആദില പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് സംഭവം അറിയുന്നത്, ജിസേൽ ഫ്ലൈറ്റ് മിസ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യം. അപ്പം നമ്മൾ ഒരു ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ജിസേലിനൊക്കെ ഒരു ഗസ്റ്റായിട്ട് വിളിക്കുകയാണെങ്കിലും, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇവരെ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കാൻ പറ്റുക? ഒരു പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവണമല്ലോ ഒരു സ്ഥലത്ത് വിളിക്കുമ്പം. ഇപ്പോൾ ഒരു പ്രാവശ്യമല്ല ഏഷ്യാനെറ്റിന് ഇത് പറ്റിയിരിക്കുന്നത്. അന്ന് റീ എൻട്രി സമയത്ത് ഫ്ലൈറ്റ് മിസ് ചെയ്തു. ഇപ്പം ഈ സ്റ്റാർ സിംഗറിലും ഫ്ലൈറ്റ് മിസ് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത്? അപ്പോൾ ഇവരൊക്കെ ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഫിലിമിലോ ഒക്കെ വിളിച്ചാൽ എന്താ പറയുക, ബാക്കിയുള്ളവർക്കൊരു തലവേദനയായിരിക്കും ഇവരെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ ബിഗ് ബോസിൽ തന്നെ ഒരു തലവേദനയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ BB ടീം പറയുന്ന ഒരു കാര്യം പുള്ളിക്കാരി അനുസരിക്കാറില്ലായിരുന്നു. ഇപ്പം മേക്കപ്പിൻ്റെ ഇഷ്യൂ ആണെങ്കിലും ഒക്കെ നമുക്കറിയാം. അപ്പം അവർ പറഞ്ഞതെല്ലാം വിലയായിരുന്നു പുള്ളിക്കാരിക്ക് പണ്ടേ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഷോ കഴിഞ്ഞ ശേഷവും അതേ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഒരു ഇനോഗ്രേഷനൊക്കെ ജിസേലിനെ വിളിച്ചാലുള്ള അവസ്ഥ എന്താണ്? കറക്റ്റ് സമയത്ത് എത്തുമോ? കറക്റ്റ് സമയത്ത് പോട്ടെ, 1 hour ലേറ്റ് ആയിട്ടെങ്കിലും എത്തുമോ? കണ്ടറിയേണ്ടി വരും. അപ്പോൾ ഇത് അത്ര നല്ലൊരു രീതിയാണെന്ന് തോന്നുന്നില്ല. ജിസേലിനെ മലയാളി പ്രേക്ഷകരെ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു കോണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജിസേൽ എന്ന് പറയുന്നത്. ജിസേലിൻ്റെ എവിക്ഷൻ അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈബർ അറ്റാക്ക് കിട്ടാത്ത കുറവായിട്ടുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റും കൂടിയായിരുന്നു ജിസേൽ. അപ്പോൾ ജിസേലിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അത്ര നല്ലതല്ല, ജിസേലിന് തന്നെ അത്ര നല്ലതല്ല.